നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. സപ്ലൈകോ ഓണച്ചന്തകൾ ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 4 വരെ. ഓഗസ്റ്റ് 18 മുതൽ ഓണക്കിറ്റ് വിതരണം. സബ്സിഡി വെളിച്ചെണ്ണ 349 രൂപയ്ക്ക്. ബിവറേജസ് കോർപ്പറേഷൻ വഴി മദ്യക്കുപ്പികൾ ശേഖരിക്കാനുള്ള സംവിധാനം വിഭാവനം ചെയ്ത് മന്ത്രി എം ബി രാജേഷ്. മദ്യം വാങ്ങിയാൽ 20 രൂപ ഡെപ്പോസിറ്റ്, കുപ്പി കൊടുത്താൽ പണം തിരികെ. സ്കൂൾ വേനലവധി പരിഷ്കരണത്തിൽ പൊതുചർച്ചയ്ക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. അവധി മഴക്കാലത്തേക്ക് മാറ്റുന്നതിൽ പൊതുജനാഭിപ്രായം തേടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാഴ്ച പരിമിതർക്കായി ബ്രെയിൽ ലിപി പുസ്തകം അച്ചടിച്ചു തുടങ്ങി. അടുത്തയാഴ്ച മുതൽ വിതരണം ചെയ്യാനാകുമെന്ന് മന്ത്രി. അമൃത ന്യൂസ് ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് DME. ഡോക്ടർ ശസ്ത്രക്രിയ മുടക്കിയെന്നും തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും പരാമർശം. താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും മത്സരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി. റാപ്പർ വേടനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്ത് തൃക്കാക്കര പോലീസ്. കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ. പരാതിക്കാരി അതിരൂക്ഷ സൈബർ ആക്രമണം നേരിടുന്നുവെന്നും വീട്ടിൽ പലരും അതിക്രമിച്ചു കയറുന്നുവെന്നും അഭിഭാഷക. സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും കേരള MPമാർക്ക് അമിത്ഷായുടെ ഉറപ്പ്. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 2 വരെ. 15 ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട 6 ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക. ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികളാണ് സപ്ലൈകോ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. AAY കാർഡുകൾക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ 15 ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിലൂടെ വിതരണം ചെയ്യുക. കൂടാതെ അരി, വെളിച്ചെണ്ണ എന്നിവ ന്യായവിലയ്ക്ക് ഓണക്കാലത്ത് സപ്ലൈകോയിലൂടെ ലഭ്യമാകും. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും. സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 349 രൂപയും അര ലിറ്ററിന് 179 രൂപയുമാണ്. സബ്സിഡി ഇതര വെളിച്ചെണ്ണ ലിറ്ററിന് 429 രൂപയും അര ലിറ്ററിന് 219 രൂപയുമായിരിക്കും. ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി സ്പെഷ്യൽ അരി ലഭ്യമാക്കും. കൂടാതെ ഓഗസ്റ്റ് 25 മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ആ വാഹനങ്ങളിലൂടെ ന്യായവിലയ്ക്ക്, സബ്സിഡി ഉൽപ്പന്നങ്ങളല്ല, ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കും. രണ്ടാമത്തെ കാര്യം വെളിച്ചെണ്ണയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു അവസ്ഥ ഉള്ളത്. അത് സബ്സിഡി വെളിച്ചെണ്ണ 1 ലിറ്ററിന് 349 രൂപ നിരക്കിലും. കൂടാതെ സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓഗസ്റ്റ് 25-ന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്താണ് പരിപാടി. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബിവറേജസ് കോർപ്പറേഷൻ വഴി മദ്യക്കുപ്പികൾ ശേഖരിക്കാനുള്ള പുതിയ സംവിധാനം വിഭാവനം ചെയ്ത് മന്ത്രി എം ബി രാജേഷ്. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പന നടത്തുന്ന കുപ്പികൾക്ക് ഡെപ്പോസിറ്റ് തുക ചുമത്തി. കുപ്പി തിരികെ നൽകുമ്പോൾ തുക തിരികെ ലഭിക്കും. അതേസമയം ഓണാഘോഷങ്ങൾ ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാകണമെന്നും മന്ത്രി അറിയിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനങ്ങൾ മന്ത്രി എം ബി രാജേഷ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പന നടത്തുന്ന പ്ലാസ്റ്റിക്, ഗ്ലാസ് കുപ്പികൾക്ക് 20 രൂപ ഡെപ്പോസിറ്റ് തുക ചുമത്തും. കുപ്പി തിരികെ നൽകുമ്പോൾ ഡെപ്പോസിറ്റ് തുകയായ 20 രൂപയും തിരികെ ഉപഭോക്താവിന് നൽകും. ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്ന് ഇതിന്റെ പൈലറ്റ് സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തും കണ്ണൂരിലുമായി നടക്കും. ഓരോ ബോട്ടിലിനും 20 രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും. ബോട്ടിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ QR കോഡ് പതിപ്പിച്ചതായിരിക്കും. അത് തിരിച്ചെത്തിച്ചാൽ ഈ 20 രൂപ തിരിച്ചു കൊടുക്കും.
ദേശീയ ശുചിത്വ സർവേയിൽ സംസ്ഥാനത്തിന്റെ മുന്നേറ്റം ചിട്ടയായ ആസൂത്രണത്തിന്റെയും നടപ്പാക്കലിന്റെയും ഗുണഫലമാണെന്ന് മന്ത്രി പറഞ്ഞു. ഓണാഘോഷങ്ങൾ ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാകണമെന്നും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഹരിത ഓണം എന്ന മുദ്രാവാക്യം, വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഹരിത ഓണം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഓണാഘോഷം ഹരിത ചട്ടപ്രകാരമായിരിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ അവധി മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ വേനലവധി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അടിയന്തര പൊതുചർച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ചു. അവധി സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടാനാണ് തീരുമാനം. മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വേനലവധി മഴക്കാല അവധിയാക്കാമെന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അഭിപ്രായം വ്യക്തിപരമാണെന്നും ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനത്തിലെത്തൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം പരിഷ്കരണമെന്ന് ഇടത് അധ്യാപക സംഘടനയായ KSTAയും അഭിപ്രായപ്പെട്ടു. അധ്യാപക സംഘടനയോ നമ്മളോ വ്യക്തിപരമായോ പറയേണ്ട ഒരു വിഷയമല്ല. അത് കാലങ്ങളായി കുട്ടികൾക്ക് ഈ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധന്മാരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതി വരണമെങ്കിൽ അത്തരത്തിലുള്ള ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേനലവധി മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ജനങ്ങൾക്ക് അറിയിക്കാം. കുട്ടികളുടെ പഠനം, ആരോഗ്യം എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്നും നിർദ്ദേശിക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാഴ്ച പരിമിതർക്കായി ബ്രെയിൽ ലിപി പുസ്തകം അച്ചടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പുസ്തകം വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങളില്ലാത്തത് കാരണം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് വാർത്ത നൽകിയിരുന്നു. +1 വിദ്യാർത്ഥിനിയായ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിനി ആയിഷ സെമീഹയാണ് ബ്രെയിൽ ലിപി പാഠപുസ്തകമില്ലാത്തതു കാരണം താൻ ഉൾപ്പെടെയുള്ള ഹയർ സെക്കൻഡറിയിലെ കാഴ്ച പരിമിതർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞത്. 10ാം ക്ലാസ് വരെ ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ ഇവർക്ക് പഠിക്കാമായിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ എത്തിയപ്പോൾ ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങളില്ലാത്തതിനാൽ മറ്റുള്ളവരുടെ സഹായത്തിനായി കാത്തുനിൽക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. തുടർന്ന് ഇവരുടെ പ്രയാസങ്ങൾ അമൃത വാർത്തകളിലൂടെ സർക്കാരിന് മുൻപിലേക്ക് എത്തി. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. പുസ്തകം അച്ചടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും ഉടൻ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ കാഴ്ച പരിമിതി നേരിടുന്ന കുട്ടികൾക്കായി ഉടൻ തന്നെ ബ്രെയിൽ ലിപിയിൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ബ്രെയിൽ ലിപി പുസ്തകങ്ങൾ ഉടൻ പുറത്തിറങ്ങുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് കിട്ടിയതോടെ അതിന്റെ ആശ്വാസത്തിലാണ് ആയിഷ സെമീഹ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ. വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. പരിശോധന നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ആലപ്പുഴ എടത്വ കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന് പൂട്ട് വീണു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയത്. ഇതോടെ 30ഓളം വരുന്ന കുട്ടികളുടെ പഠനം മുടങ്ങി പെരുവഴിയിലായി. കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂളിന് പൂട്ട് വീണത്. എടത്വ ഗ്രാമപഞ്ചായത്ത് AE, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു. സ്കൂളിന് പൂട്ട് വീണതോടെ 30ഓളം കുട്ടികളും 6 അധ്യാപകരും പെരുവഴിയിലായി. അരനൂറ്റാണ്ട് പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത്. ഞങ്ങൾക്ക് പിള്ളേരെ കൊണ്ട് ഇവിടെ പോകണം. ഇപ്പൊ എനിക്കിപ്പം പറ്റത്തില്ല. ജോർജിയൻ സ്കൂളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ കൊണ്ട് ചേർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല ഇപ്പൊ ഈ പിള്ളേരെ ഇവിടെ എടുത്ത് അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അവന് തക്കതായിട്ടുള്ള ഒരു റീസൺ അവരും കാണിച്ചു തരണം.
ഇതിപ്പോ ഞങ്ങള് രമ്യപരമായിട്ട് കാര്യങ്ങൾ നീക്കി അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വന്നത്. സ്കൂളിന്റെ സീലിംഗ് അടർന്നും ഓടുകൾ പൊട്ടിയകന്ന നിലയിലുമായിരുന്നു. അരനൂറ്റാണ്ടിന് മുൻപാണ് കെട്ടിടം സ്ഥാപിച്ചത്. 2 വർഷം കൂടുമ്പോൾ ഓടിട്ട കെട്ടിടത്തിന്റെ ഓട് പൊളിച്ചു മാറ്റിയിടുന്നത് പതിവാണ്. എന്നാൽ ഈ സ്കൂളിന്റെ ഓട് 11 വർഷം മുൻപാണ് മാറ്റിയതെന്ന സ്കൂൾ PTA പ്രസിഡന്റ് പറയുന്നു. 2022-ൽ 60 ലക്ഷം രൂപ മുടക്കി മറ്റൊരു കെട്ടിടം നിർമ്മിച്ചെങ്കിലും കൈവരിയുടെ അഭാവത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല. എടത്വ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിലെ കൈവരിയുടെ പേരിൽ 30ഓളം കുട്ടികളുടെ ഭാവി ജീവിതമാണ് പെരുവഴിയിലായത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓവർസിയർക്കെതിരെ നടപടിയെടുത്തത്. വിശദമായ റിപ്പോർട്ട് കിട്ടിയിട്ട് ആവശ്യമായ കൂടുതൽ നടപടികൾ സ്വീകരിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അപകട സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്താനും MLA-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. മിഥുന്റെ വീട് സന്ദർശിച്ച മന്ത്രി കുടുംബത്തിന് KSEB-യുടെ 5 ലക്ഷത്തിന്റെ ചെക്കും കൈമാറി. നേരത്തെ 5 ലക്ഷം കൊടുത്തു. പിന്നെ MLA-യും ഇവിടുത്തെ ജനങ്ങളും മുഖ്യമന്ത്രിയൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 ലക്ഷം കൂടി ഇന്ന് കൊടുത്തത്. അതുകൂടാതെ സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 40 ലക്ഷത്തോളം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടിൻ്റെ ഭാവിയെ കണ്ടിട്ടും ഈ അച്ഛനമ്മേൻ്റെ ഭാവിയെ കണ്ടിട്ടുമാണ് ചെയ്തത്. അതുകൊണ്ട് ജീവനൊരു പ്രതിവിധിയാവില്ല. മരിച്ചുപോയ സങ്കടം പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ ഇനിയൊരു അപകടം വരാതിരിക്കാൻ ഓരോ MLA-മാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതുപോലുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെ ഒക്കെ നോക്കാനുള്ളൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. നാളെ ഓർഡറാകുമ്പോൾ ഓർഡറിൻ്റെ MLA-മാരുടെ നേതൃത്വത്തിൽ കലക്ടർ ഒരു 3 മാസത്തിൽ ഒരു പ്രാവശ്യം കൂടി അവിടെയുള്ള അപകടങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് അവിടെ ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികൾ ഓർഡറാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി. ഡോക്ടർ ഹാരിസിന് DME കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 1960-ലെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ബോധ്യപ്പെട്ടുവെന്ന് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു. ഡോക്ടർ ഹാരിസിനെതിരായ ഗുരുതര ആരോപണങ്ങളും നോട്ടീസിലുണ്ട്. പ്രോബ് എന്ന ഉപകരണം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിട്ടും ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ മുടക്കിയെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നു. തെറ്റായ കാര്യം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഡോക്ടർ ഹാരിസ് ശ്രമിച്ചുവെന്നും ഇത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും വിവിധ സർക്കുലറുകളുടെ ഗുരുതര ലംഘനമാണെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിൽ മത്സരം. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായി. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കിരൺ കുമാർ വിശദാംശങ്ങൾ നൽകും. കിരൺ, വലിയ അനിശ്ചിതത്വം നേരത്തെ ഉണ്ടായിരുന്നു. പല പേരും നാമനിർദ്ദേശ പത്രിക നൽകുന്നു, അത് പിൻവലിക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടാകുന്നു. അവസാനം അന്തിമ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോനും ദേവനും തമ്മിലൊരു മത്സരം. അമ്മയിലൊരു വനിതാ പ്രസിഡന്റ് എത്തും എന്ന് പ്രതീക്ഷിക്കാമോ? ഒപ്പം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഉണ്ടല്ലോ. അഖില, താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടുകൂടിയാണ് ഈ അന്തിമ മത്സര രംഗത്തുള്ള ആളുകളുടെ ചിത്രം വ്യക്തമായിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ഒപ്പം തന്നെ ശ്വേതാ മേനോനുമാണ് മത്സര രംഗത്തേക്കുള്ളത്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ എന്നിവരും മത്സരിക്കുന്നുണ്ട്. ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതേസമയം തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എതിരില്ലാതെയാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അൻസിബ അടക്കം 13 പേരായിരുന്നു ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. എന്നാൽ 12 പേരും പിന്നീട് പത്രിക പിൻവലിച്ചതോടുകൂടി തന്നെയാണ് അൻസിബ ഏതായാലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മത്സരത്തിനുള്ള ചിത്രം വ്യക്തമായിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അമ്മയെ നയിക്കാൻ ഇനി വനിത ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കും. നേരത്തെ നടൻ ജഗദീഷ് അടക്കമുള്ളവർ ഈ മത്സര രംഗത്ത്, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സര രംഗത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നീട് അദ്ദേഹം പിന്മാറുക ചെയ്തിരുന്നു. കൂടാതെ നടനായിട്ടുള്ള ബാബുരാജ് അടക്കമുള്ള ആളുകളും ഈ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വലിയൊരു മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ
വ്യക്തമാക്കിയത്. ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ശരി, കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി നടൻ ബാബുരാജ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ബാബുരാജിനെതിരെ പരാതികളും വിവാദങ്ങളും വന്നതിന് പിന്നാലെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. അമ്മയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് എന്നേക്കുമായി താൻ പിന്മാറുകയാണെന്ന് ബാബുരാജ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു. തീരുമാനം ആരെയും ഭയന്നിട്ടല്ലെന്നും വിഴുപ്പ് കലക്കാൻ താൽപ്പര്യമില്ലെന്നും ബാബുരാജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച തുറന്ന കത്തിൽ വ്യക്തമാക്കി. യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടനെതിരെ കേസെടുത്ത് പോലീസ്. വിവാഹ വാഗ്ദാനം നൽകി വേടൻ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് പരാതി. തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വേടൻ എന്ന ഹിരൺദാസ് മുരളി പീഡിപ്പിച്ചുവെന്നാണ് യുവ ഡോക്ടർ തൃക്കാക്കര പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. 2021 വേടനുമായി യുവതി പരിചയത്തിലാകുന്നത്. കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത്. കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറുകയും ചെയ്തതായി യുവതി പരാതിയിൽ പറയുന്നു. ലഹരി ഉപയോഗിച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തിട്ടുള്ളതായി യുവതി മൊഴി നൽകി. വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതോടെ മാനസികമായി തകർന്നുപോയെന്നും വിഷാദരോഗം പിടിപെട്ട് ചികിത്സ തേടേണ്ടി വന്നുവെന്നും യുവതി വ്യക്തമാക്കി. പരാതിയിൽ IPC 376 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. 376, 376(2)N IPCയുടെ സെക്ഷൻസ് ആണ് ഉള്ളത്. സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മളതൊക്കെ വെരിഫൈ ചെയ്യും. വേടനും പരാതിക്കാരിയും തമ്മിലുള്ള ബന്ധം ചില സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു. ഇവരുടെ മൊഴിയും വൈകാതെ രേഖപ്പെടുത്തും. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് വേടൻ. അമൃത ന്യൂസ്, കൊച്ചി. റാപ്പർ വേടനെതിരെ പരാതി നൽകിയ യുവതിയുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു. യുവതിക്ക് ഭീഷണി ഫോൺ കോളുകൾ വരുന്നതായും ചിലർ താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടന്നതായും അഭിഭാഷക പറഞ്ഞു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയാണ് യുവതിയെന്നും അഭിഭാഷക അറിയിച്ചു. 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ത്രെട്ടനിങ് കോൾസും അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അതുപോലെ തന്നെ അവരുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ റിവീൽ ചെയ്യുന്ന വിധത്തിലാണ് മാധ്യമങ്ങളിലും വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടത്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. പരാതിക്കാരിക്ക് ഈ പരാതി മൂവ് ചെയ്തതിന് ശേഷമാണ് ഭീഷണികൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരെയോ അദ്ദേഹത്തിൻ്റെ പാട്ടിനെതിരെയോ ഒന്നും അല്ല പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഉടൻ ജാമ്യം ലഭിച്ചേക്കും. വിഷയത്തിൽ ഇടപെടാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് ഉറപ്പ് നൽകി. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും കേസ് NIA കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി UDF, LDF MPമാർ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെയാണ് കേരള MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാനും ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നും അമിത്ഷാ ഉറപ്പു നൽകി. സെഷൻസ് ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകളുടെ വിഷയം NIA കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്ന് അമിത്ഷാ കേരള MPമാരോട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് കന്യാസ്ത്രീകൾക്ക് ഉടൻ ജാമ്യം ലഭിച്ചേക്കും. സെഷൻസ് ജഡ്ജ് ചെയ്തത് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഏകപക്ഷീയമായി സെഷൻസ് കോടതിക്ക് കേസ് NIA കോടതിയിലേക്ക് വിടാൻ കഴിയില്ല എന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഈ കേസ് NIA കോടതിയിലേക്ക് വിട്ടത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റാണ് അന്തിമ അനുമതി കൊടുക്കേണ്ടത് NIA കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായി കേസ് വിട്ട നടപടി ശരിയല്ല. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ല എന്ന് അമിത്ഷാ പ്രതികരിച്ചു. ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ UDF, LDF MPമാരോട് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 2 കന്യാസ്ത്രീകളും ഒരു ആദിവാസി യുവാവും അവിടെ ജയിലിൽ കിടക്കുകയാണ്. ഭീകരവാദികളോട് പെരുമാറുന്ന രീതിയിലാണ്
പെരുമാറി എന്നാണ് അവർ പറയുന്നത്. കന്യാസ്ത്രീമാരെ റിമൈൻഡ് ചെയ്ത കോടതി തന്നെ പറയുന്നു ഇത് ഞങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയില്ല, അത് NIA കോടതിയാണ് പരിഗണിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഏത് കോടതിയാണ് ഇവരെ റിമൈൻഡ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തി. അപ്പോൾ ഇതിനകത്ത് വലിയ ഗൂഢാലോചന, ഈ കന്യാസ്ത്രീമാരുടെ റിമൈൻഡുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭരണങ്ങാനത്ത് പാലാരൂപതയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ക്രൈസ്തവ ജനത ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ സംഘടിക്കുമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് രാജ്യത്തിന്റെ ദൗർബല്യം തന്നെയായി പരിഗണിക്കേണ്ടി വരും. മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന് മുമ്പിൽ തീപ്പട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണെന്നും ബിഷപ്പ് പറഞ്ഞു. തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന് വായ്പ നൽകുന്നതിനും പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പണം കടം വാങ്ങുന്നതിനും ബാങ്കിന്റെ ആസ്തികൾ കൈമാറ്റം ചെയ്യുന്നതിനും വിൽക്കാനുമാണ് വിലക്ക്. ഒരാൾക്ക് പരമാവധി 10,000 രൂപ മാത്രമേ പിൻവലിക്കാനാവൂ എന്നും നിർദ്ദേശമുണ്ട്. 6 മാസത്തേക്കാണ് റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യ ചിലവുകളായ ശമ്പളം, വാടക, വൈദ്യുതി ചാർജ് എന്നിവയ്ക്ക് മാത്രം പണം ചിലവാക്കാം. റെഗുലേറ്ററി ക്യാപിറ്റൽ നിലനിർത്താനാകാതെ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി അത്യന്തം മോശമായതിനെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഇടപെടൽ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ നിയന്ത്രണങ്ങളോടെ ബാങ്ക് പ്രവർത്തനം തുടരും. RBI ബാങ്കിന്റെ സ്ഥിതി നിരന്തരം വിലയിരുത്തുകയും ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യും. നിലവിൽ ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടില്ലെന്നും റിസർവ് ബാങ്ക് ഉത്തരവിൽ പറയുന്നു. വിവരമറിഞ്ഞ രാവിലെ മുതൽ നിരവധി നിക്ഷേപകരാണ് ബാങ്കിലേക്ക് എത്തിയത്. നിക്ഷേപകർ പണം മുഴുവനായി പിൻവലിക്കാൻ ആവശ്യമുന്നയിച്ചെങ്കിലും എല്ലാവർക്കും റിസർവ് ബാങ്ക് നിയന്ത്രണപ്രകാരം 10,000 രൂപ മാത്രമേ നൽകാനാകൂവെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ധർമ്മസ്ഥലയിൽ നിന്ന് ലഭിച്ച അസ്ഥി പുരുഷന്റേതെന്ന് സംശയം. പോയിന്റ് 6 കുഴിച്ചപ്പോൾ ലഭിച്ച അസ്ഥികൾ പ്ലാസ്റ്റിക് കവറിൽ നിറച്ച ശേഷം സൂക്ഷിച്ചിട്ടുണ്ട്. നേത്രാവതി നദിയോരത്ത് 13 പോയിന്റുകളിലാണ് പരിശോധന. 8 പോയിന്റുകളിൽ ഇതുവരെ പരിശോധന നടത്തിയതായാണ് വിവരം. കൊല്ലപ്പെട്ട 100-ലധികം പേരെ പ്രദേശത്ത് കുഴിച്ചുമൂടിയെന്നാണ് ധർമ്മസ്ഥല മുൻ ക്ഷേത്ര പരിചാരകന്റെ വെളിപ്പെടുത്തൽ. 2008 മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മുംബൈ പ്രത്യേക NIA കോടതിയുടേതാണ് വിധി. ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്ഫോടനവുമായി പ്രതികളെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഹാജരാക്കാനായില്ലെന്നും കോടതി പറഞ്ഞു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് മലേഗാവ് സ്ഫോടന കേസിൽ വിധിയുണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ ചുമത്തിയ UAPA അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് NIA കോടതി പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് വ്യക്തമാക്കിയത്. BJP മുൻ MP പ്രജ്ഞാ സിംഗ് താക്കൂർ, സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, റിട്ടയർഡ് മേജർ രമേശ് ഉപാധ്യായ്, അജയ് രാഹിക്കർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവരെയാണ് വെറുതെ വിട്ടത്. ബോംബ് നിർമ്മിച്ചത് ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതാണെന്നതിന് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. പ്രസാദ് പുരോഹിതിന്റെ വിരലടയാളം ഒരിടത്തുമില്ലെന്നും ഗൂഢാലോചനകൾക്കും യോഗം ചേർന്നതിനും തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. പ്രജ്ഞാ സിംഗ് താക്കൂറിനെതിരെയും തെളിവില്ലെന്നും പ്രതികൾക്കെതിരെ UAPA ചുമത്താനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. നാസിക്കിനടുത്ത മലേഗാവിൽ 2008 സെപ്റ്റംബറിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ മരിക്കുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിരക്കേറിയ മാർക്കറ്റിനകത്ത് ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മലേഗാവ് റംസാൻ മാസത്തിൽ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നായിരുന്നു NIA കണ്ടെത്തൽ. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷിച്ച കേസ് 2011 NIA ഏറ്റെടുത്തത്. 323 സാക്ഷികളിൽ 37 പേർ കൂറുമാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കൊല്ലം MP NK പ്രേമചന്ദ്രനെ 2ാം തവണയും ലോക്സഭാ ചെയർമാൻ പാനലിൽ ഉൾപ്പെടുത്തി. 18ാം ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെയാണ് ചെയർമാൻ പദവി. ലോക്സഭയുടെ പാർട്ടി അംഗബലം കണക്കിലെടുത്താണ് പാർലമെന്റ് അംഗത്തെ പാനൽ ഓഫ് ചെയർമാനിൽ ഉൾപ്പെടുത്തുന്നത്. RSPയുടെ ഏക അംഗമായ NK പ്രേമചന്ദ്രനെ 17ാം ലോക്സഭയിലും പാനൽ ഓഫ് ചെയർമാൻ സ്ഥാനത്ത് നിയോഗിച്ചിരുന്നു. 18ാം ലോക്സഭയിലും പാനൽ ഓഫ് ചെയർമാൻ സ്ഥാനത്ത് നിയോഗിച്ചുകൊണ്ട് ഇന്ന് സഭ സമ്മേളിച്ച ഉടനെ സ്പീക്കർ സഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ അംഗങ്ങൾ ഡെസ്കിലടിച്ച് നടപടിയെ സ്വാഗതം ചെയ്തു. ചട്ടമനുസരിച്ച് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സ്പീക്കർ ആവശ്യപ്പെടുമ്പോഴോ സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആവശ്യപ്പെടുമ്പോഴോ NK പ്രേമചന്ദ്രന് സഭയിൽ അധ്യക്ഷനാകാം. തൃശൂർ ശക്തൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പണിമുടക്കി. ഏപ്രിൽ മുതൽ വർദ്ധിപ്പിച്ച
സ്റ്റാൻഡ് ഫീസ് ഒന്നായി ഈടാക്കാൻ കോർപ്പറേഷൻ കരാറുകാരൻ പോലീസ് അകമ്പടിയോടെ എത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ബസ്സുകൾ പിടിച്ചെടുക്കുമെന്ന നടപടി കരാറുകാർ സ്വീകരിച്ചതോടെയാണ് ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ സർവീസ് നിർത്തിയത്. സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്ന 1000-ലധികം ബസ്സുകളിൽ നിന്നും 25 രൂപയായിരുന്നു പ്രതിദിനം കോർപ്പറേഷൻ കരാറുകാരൻ ഈടാക്കിയിരുന്നത്. ഏപ്രിൽ 1 മുതൽ ഇത് 40 രൂപയാക്കി തൃശൂർ കോർപ്പറേഷൻ ഉയർത്തുകയായിരുന്നു. എന്നാൽ വർദ്ധിപ്പിച്ച തുക ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും സ്റ്റാൻഡ് ഫീസ് വാങ്ങുന്നതിനോടൊപ്പം അടിസ്ഥാന സൗകര്യമായ ശുചിമുറിക്കടക്കം ബസ് ജീവനക്കാരായ തങ്ങളുടെ പക്കൽ നിന്നും പണം ഈടാക്കുന്നുവെന്നും ബസ് ജീവനക്കാർ പറയുന്നു. ഈ സ്റ്റാൻഡ് ആകെ നശിച്ച് കിടക്കുമ്പോൾ ഇതേപോലെ 25 രൂപ അടച്ചിരുന്നത്, ഒരു 10 പൈസ പോലും കുറച്ച് തന്നിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് അവർ വന്നിട്ട് 1750 രൂപ അടയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് എടുത്ത് അടയ്ക്കണേ. 2 ദിവസം മുമ്പ് ഒന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഓണർമാരോട് പറഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ബാത്റൂം ഫ്രീ അല്ല, എല്ലാ സ്റ്റാൻഡിലും ബസ് തൊഴിലാളികൾക്കൊക്കെ ഫ്രീയാണ്. ഇവിടെ 5-7 രൂപ വാങ്ങണേ. ഇതാണ് പ്രശ്നങ്ങൾ. ഇവിടെ വന്ന് അവർ വന്നു, കുറേ പോലീസുകാരും വന്നു, വണ്ടി അവിടെ ഇട്ട വണ്ടി ട്രാക്കിൽ വരുമ്പോൾ വണ്ടി ഓടാൻ പറ്റില്ല. എത്ര കണ്ടമാണ് യാത്രക്കാർ കയറിയത്, വണ്ടിയിൽ നിന്ന് ഇവിടെ ആളാക്കി വിട്ടുവരും. അന്യായമായുള്ള ഫീസ് വർധനവിനെതിരെ നാളെ ചേരുന്ന സ്വകാര്യ ബസ് ഉടമകളുടെ യോഗത്തിൽ തീരുമാനമെടുക്കും. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നാളെ ചർച്ചയിൽ തീരുമാനമാവുക. അമൃത ന്യൂസ്, തൃശൂർ. വിവാദ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിയെ കണ്ട് ക്ഷമ ചോദിച്ച് പുല്ലമ്പാറ ജലീൽ. വിവാദം അന്വേഷിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെളിവെടുപ്പിന് മുമ്പാണ് ജലീൽ പാലോടിന്റെ വീട്ടിലെത്തിയത്. ജലീലിന്റെ ക്ഷമാപണം പാലോട് തള്ളി. അതേസമയം അച്ചടക്ക സമിതി അന്വേഷണ റിപ്പോർട്ട് ഉടൻ പാർട്ടിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് DCC അധ്യക്ഷ സ്ഥാനം നഷ്ടമായ പാലോട് രവിയെ മുൻകൂട്ടി അനുമതിയെടുക്കാതെ നേരിട്ട് വീട്ടിലെത്തി കണ്ടാണ് വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ ജലീൽ മാപ്പപേക്ഷ നടത്തിയത്. നീരസം പ്രകടിപ്പിച്ച പാലോടിനോട് ജലീൽ 3 തവണ മാപ്പപേക്ഷിച്ചു. ഫോൺ സംഭാഷണം പ്രചരിപ്പിച്ചവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാം അച്ചടക്ക സമിതിക്ക് മുന്നിൽ നൽകാൻ പറഞ്ഞ് പാലോട് ജലീലിനെ തിരിച്ചയച്ചു. തെറ്റിയ പറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു, അദ്ദേഹം എനിക്ക് മാപ്പ് തന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അന്വേഷണ കമ്മീഷനോട് സംസാരിക്കാൻ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് കത്ത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ജലീലിന് എന്നുള്ള പരാതി രേഖാമൂലം എഴുതി ഓഫീസിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. പിന്നാലെ KPCCയിലെത്തി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ നേരിട്ട് കണ്ടും ജലീൽ പരാതി നൽകി. തെളിവെടുപ്പിനായി എത്തിയ അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണാൻ ജലീൽ DCC ഓഫീസിലെത്തിയെങ്കിലും നേതാക്കൾ മടക്കി അയച്ചു. തുടർന്ന് MLA ഹോസ്റ്റലിലെത്തി തിരുവഞ്ചൂരിന് പരാതി കൈമാറി. ജലീൽ പ്രതിനിധീകരിച്ചിരുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളും തിരുവഞ്ചൂരിന് മുന്നിൽ മൊഴി നൽകി. ശ്രീ പാലോട് രവിയായിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചു, ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ചു, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ ചില നിഗമനത്തിലും എത്തിയിട്ടുണ്ട്. പക്ഷെ അത് റിപ്പോർട്ടായിട്ട് പാർട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് അടിയന്തരമായിട്ട് വലിയ താമസമില്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. വിഷ്വൽ മീഡിയ വെച്ച് ഈ പാർട്ടിയെ വേട്ടയാടാം എന്ന് തീരുമാനിച്ചാൽ അതിന് നിന്നുകൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാമി തിരോധാന കേസിൽ ജനങ്ങളുടെയും മാമിയുടെ കുടുംബത്തിന്റെയും കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റിയും മാമിയുടെ കുടുംബവും. ഇപ്പോഴുള്ള അന്വേഷണം താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് നടക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായിരുന്ന മാമിയുടെ തിരോധാന കേസിൽ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആക്ഷൻ കമ്മിറ്റിയും മാമിയുടെ കുടുംബവും രംഗത്തെത്തിയത്. ആദ്യം അന്വേഷണം നടത്തിയ നടക്കാവ് പോലീസിലെ സംഘത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് ADGPയുടെ റിപ്പോർട്ട്. കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയില്ലെന്നും സുപ്രധാന സൂചനകൾ നൽകുന്ന വിവരങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. മാമിയെ കാണാതായെന്ന ഭാര്യ റംലത്തിന്റെ പരാതിയിൽ ആദ്യം അന്വേഷണം നടത്തിയ അന്നുണ്ടായിരുന്ന നടക്കാവ് ഇൻസ്പെക്ടർ, SI, സീനിയർ CPO എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. അതേസമയം അന്വേഷണം നടക്കുമ്പോൾ കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണയാണ് ഇപ്പോൾ ഉത്തരമേഖല IG. ആ IG തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും ആക്ഷൻ കമ്മിറ്റി. അന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണ ഇന്നിപ്പോൾ ഉത്തരമേഖല റേഞ്ച് IGO അങ്ങനെ അദ്ദേഹം തന്നെയാണ് ഇതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്നത്തെ ACPക്കെതിരെയും അന്വേഷണം വേണം. മാമിയുടെ മകൾ ആ സമയത്ത് നൽകിയ പരാതി പോലും ചോർന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നടക്കാവ് SHO ആയിരുന്ന ജിജീഷ് മികച്ച ഉദ്യോഗസ്ഥനാണ്.
പക്ഷേ ഈ കേസിൽ അയാളുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. നീതിക്കായി നിയമയുദ്ധം തുടരുമെന്ന് മാമിയുടെ സഹോദരി റംലത്തും പറഞ്ഞു. എവിടെ വരെയാണോ പോകേണ്ടത് ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും അതിന്റെ പുറകിൽ ഉണ്ടാവും. ഞങ്ങൾ മരിക്കുന്നവരെ നമ്മളിത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. 60 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനും IG നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയ സംഭവത്തിൽ കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷനിലെ 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി YB വിജയ് ഭാരത് റെഡ്ഡിയാണ് പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷനിലായ 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ 6 പേർക്കെതിരെ വരും ദിവസങ്ങളിൽ വിശദമായ വകുപ്പുതല അന്വേഷണവും നടക്കും. മണൽ കടത്തുമായിരുന്ന ടിപ്പർ ലോറി ഡ്രൈവറെ പോലീസ് കഴിഞ്ഞ മാസം പിടികൂടിയിരുന്നു. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മണൽക്കടത്ത് സംഘവുമായി ബന്ധമുള്ള പോലീസുകാരെക്കുറിച്ച് വിവരം ലഭിച്ചത്. പോലീസ് മണൽ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായ വിവരങ്ങൾ വാട്സാപ്പ് വഴി മണൽ മാഫിയ സംഘത്തിന് കൈമാറുകയായിരുന്നു. ഇതിന് കൃത്യമായ മാസപ്പടി പോലീസുകാർക്ക് ലഭിച്ചുവെന്നാണ് വിവരം. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം അണക്കെട്ടിൽ ഗ്രൗട്ടിംഗ് നടത്തുന്നതിന് മുന്നോടിയായി തമിഴ്നാട് ROV പഠനം നടത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിന് 23 മരങ്ങൾ മുറിക്കുന്നത് അനിവാര്യമാണെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ നിലപാട്. ഇതിനായി തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ അനുമതി നൽകാൻ കേരളത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറിയതായി കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും അഭിഭാഷകൻ G പ്രകാശും സുപ്രീംകോടതിയെ അറിയിച്ചു. ഗൃഹോപകരണ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ റിയൽ ഓണം ഓഫർ ആരംഭിച്ചു. ഓണം ഓഫർ വൻ ഓണം പൊന്നോണം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണം സ്കീം പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ അവതരിപ്പിച്ചു. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വേനൽക്കാല സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ വിജയികളെയും തെരഞ്ഞെടുത്തു. കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ നറുക്കെടുപ്പ് നടത്തി. പിട്ടാപ്പിള്ളിയിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, CEO കിരൺ വർഗീസ്, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, മരിയ പോൾ, അജോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, LED TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നീ ഉൽപ്പന്നങ്ങൾ പ്രത്യേക EMI സ്കീമിൽ വാങ്ങാനും ക്യാഷ് ബാക്ക് നേടാനുമുള്ള അവസരം പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ഒരുക്കിയിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. MLA PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടോട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ SP പെട്രോൾ പമ്പിന് സമീപം കുറുപ്പത്താണ് വിശാലമായ മൈജി ഫ്യൂച്ചർ ഷോറൂം. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭ്യമാണ്. ഷോറൂം സന്ദർശിച്ചവർക്കും പർച്ചേസ് ചെയ്തവർക്കും ഓരോ മണിക്കൂറിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലക്കി ഡ്രോയുടെ സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കൂടാതെ ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ആദ്യമെത്തിയ 200 കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി നൽകുന്നതെന്ന് മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി പറഞ്ഞു. ഇന്ന് ജനങ്ങൾക്കായിട്ട് കൊണ്ടോട്ടിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വേൾഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എല്ലാ ഏരിയയിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി വലിയ ഓഫറുകളും അതേപോലെ ഡിസ്കൗണ്ടുകളും ബമ്പർ പ്രൈസുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പുതിയ ആശ്രമ മന്ദിരം ഓഗസ്റ്റ് 3 ഉദ്ഘാടനം ചെയ്യുമെന്ന് മഠാധിപതി സ്വാമിനി വരദാമൃത പ്രാണ അറിയിച്ചു. രാവിലെ 11:15 മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വാമിയുടെ നേതൃത്വത്തിൽ അമൃതോത്സവം നടക്കും. രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുകയെന്നും സ്വാമിനി വരദാമൃത പ്രാണ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ഇംഗ്ലണ്ടിനെതിരായ നിർണായകമായ 5ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ഒലി പോപ്പ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യക്ക് 72 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായി. ജയ്സ്വാളിന്റെയും KL രാഹുലിന്റെയും വിക്കറ്റുകളാണ് നഷ്ടമായത്. 4ാം ടെസ്റ്റിൽ കളിച്ച ഇന്ത്യൻ നിരയിൽ 3 മാറ്റങ്ങളുണ്ട്. ഋഷഭ് പന്ത്, ഷാർദുൽ ഠാക്കൂർ, ജസ്പ്രീത് ബുംറ എന്നിവർ പുറത്തായപ്പോൾ കരുൺ നായർ, പ്രസിദ്ധ് കൃഷ്ണ, ധ്രുവ് ജുറൽ എന്നിവർ കളിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഉൾപ്പെടെ 4 മാറ്റങ്ങളുമായാണ് ഇംഗ്ലണ്ട് കളത്തിലിറങ്ങിയത്. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. ഇന്ത്യക്ക് ഈ മത്സരത്തിൽ വിജയം അനിവാര്യം.